നമ്മളിപ്പോ എക്സ്പ്രസ് അവന്യൂല് പഞ്ചാബ് ഗ്രില്ലിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ റെസ്റ്റോറന്റിലാണ് നിൽക്കുന്നത്. അപ്പൊ പഞ്ചാബി ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഇനി ഒരു ഫുഡിന്റെ വ്ളോഗാണ്. ഒരു ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയിട്ടുണ്ടാകും കേട്ടോ ഞങ്ങൾ പോയപ്പം. അപ്പം അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈമായിരുന്നു. ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല സെറ്റായിരുന്നു കാണാനായിട്ട്. നല്ല ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സീറ്റ് നോക്കുമായിരുന്നു കേട്ടോ. കാരണം അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈം ആയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. അങ്ങനെ അവിടെ പോയിരുന്നു. ഞങ്ങൾ ഫുഡിൻ്റെ ഒരു മെനു കാർഡെല്ലാം നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഫുഡ് വരുന്നവരെ ഞാൻ ടോം ആൻഡ് ജെറി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എത്ര പേർക്ക് ഇതുപോലെ ടോം ആൻഡ് ജെറി ഇഷ്ടം? അപ്പോൾ ആദ്യത്തെ ഐറ്റം വന്നു. ചിക്കൻ കെബാബ് പ്ലേറ്റ് ഫുള്ളാണ് കേട്ടോ വന്നത്. അതിനോടൊപ്പം തന്നെ ഒരു കുപ്പി വെള്ളവും ഓർഡർ ചെയ്തായിരുന്നു. ഇതിന് തന്നെ നമ്മൾ ക്യാഷ് കൊടുക്കണം കേട്ടോ. ഇവിടെ ക്യാഷ് കൊടുത്താലേ വെള്ളം കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കെബാബ് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ തന്നെ പലതരം ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പെപ്പർ ഉണ്ട്, പിന്നെ അതല്ലാതെ നല്ല സ്പൈസി ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം എടുത്തത് പെപ്പർ അടങ്ങിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇതെന്ന് പറയുന്നത് നല്ല സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പഞ്ചാബ് ഗ്രില്ല് അടിപൊളി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നത് മസാല പപ്പഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതിൻ്റെ കൂടെ തന്നെ പാലക് പട്ട ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് കേട്ടോ. ഇതെന്ന് പറയുന്നതിൽ തൈര് മിക്സ്ചർ, പിന്നെ പാലക്കിൻ്റെ ഇല, അത് കുറച്ച് ഫ്രൈ ഒക്കെ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കേട്ടോ വന്നിട്ടുള്ളത്. ഓണിയൻ, അങ്ങനെ പലതരം ഫ്ലേവർ ചേർന്നിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ ഇങ്ങനെ അതിൽ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക തൈരിൻ്റെയൊക്കെ രുചിയായിരുന്നു. ഇപ്പം ചിക്കൻ കബാബ് തീർന്നിട്ടില്ല. ഞാൻ അതിനകത്ത് സോസൊക്കെ ഒഴിച്ച് കഴിക്കാൻ പോവാണ്. അപ്പം ഞാൻ നെക്സ്റ്റ് മസാല പപ്പ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അതിനൊരു പ്രത്യേക എരിവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ തന്നെ കഴിച്ചാണ് പാലക് പട്ട ചാട്ട്. അപ്പോൾ എന്നോട് ഹസ് ചോദിച്ചു പാനിപ്പൂരിയൊക്കെ കഴിക്കുന്ന പോലെ ഇങ്ങനെ കഴിക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ശ്രമിച്ചു കേട്ടോ. പക്ഷേ തൈരും ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഇതാണ് മെയിൻ ഐറ്റം, മട്ടൻ അച്ചാറി കുൽച്ച. പേര് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ആട്ടോ. ചിക്കൻ അച്ചാറി കുളിച്ച നല്ല പേര്. അപ്പോൾ ചിക്കൻ മട്ടൻ അച്ചാറി കുൽച്ച അങ്ങനെ 2 ഐറ്റം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വാങ്ങിച്ചത് മട്ടൻ അച്ചാറി കുൽച്ച കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ സൈഡ് ഡിഷസ് വന്നിട്ടുള്ള രാജ്മ മസാല, തക്കാളി ചട്നി, പിന്നെ ബട്ടറും നെയ്യും ഒക്കെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള സംഭവം കേട്ടോ. അപ്പം 3 കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, അത്രയും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് പീസ് ചിക്കൻ കബാബ് എന്തായാലും കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അത് കഴിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇത്രയും കാലത്ത് നോൺ വെജ് കഴിച്ചതിൽ അത്രയും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ്സാണ് കേട്ടോ ഇവർ, അതായത് പഞ്ചാബ് ഗ്രില്ലുകാർ പ്രൊവൈഡ് ചെയ്യുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസാണ് മൊത്തവും. കഴിക്കാത്ത ആൾക്കാർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഇതിലൊക്കെ കെബാബിലൊക്കെ ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റസാണ്. മൊത്തം പെപ്പറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. ഞാൻ പിന്നെ സ്പൂണൊക്കെ മാറ്റി വെച്ചിട്ട് കൈ കൊണ്ടായി എൻ്റെ അക്രമം മൊത്തം. അപ്പം എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കുക കഴിക്കാത്ത ആൾക്കാർ. അപ്പോൾ ഈ മസാല പപ്പറിൽ ഞാൻ പിന്നെയാണ് ശ്രദ്ധിക്കുന്നതിൽ നാരങ്ങാനീരും കൂടെ ഒഴിച്ചിട്ട് കഴിക്കണമെന്നുള്ളത്. ഇതിനകത്ത് കുറേ ഒണിയനും ടൊമാറ്റോ, സാൾട്ട്, ലൈം ജ്യൂസ്
ചാറ്റ് മസാലയൊക്കെ ഒരു ടേസ്റ്റ് ആട്ടോ വരുന്നത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഓർഡർ ചെയ്ത ഐറ്റം ആട്ടോ ചിക്കൻ ചങ്ങേസി ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഷ്. അതിൻ്റെ കൂടെ തന്നെ ലാച്ച പറാത്ത, ആലോ പ്യാസ് കുൽച്ച എന്ന് പറഞ്ഞിട്ടുള്ള 2 ഐറ്റം കൂടെ ഓർഡർ ചെയ്തു. അപ്പോൾ ഈ ആലോ പ്യാസ് കുൽച്ചയിൽ ഡ്രൈഡ് മാംഗോ പൗഡർ പിന്നെ ഗോതമ്പും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷേ ലാച്ച പറാത്തയിൽ വന്നിട്ട് പൊട്ടറ്റോ മിക്സാണ് അതിനകത്ത് വരുന്നത്, പിന്നെ മല്ലിയിലൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഞാൻ ഇത് 2ാമത്തെ തവണയാട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിതിനകത്ത് ചിക്കൻ്റെ ഗ്രേവിയൊക്കെ മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ ഇവർ നമുക്ക് ബട്ടർ നെയ്യൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സൈഡ് ഡിഷ് ആയിരുന്നു കേട്ടോ, അതും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഫുഡ്, നല്ല ടേസ്റ്റാണ്. ചിക്കൻ്റെ ഗ്രേവി ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കണം. ഓ പൊളി, സൂപ്പറാണ്. ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ സ്ക്യൂപ്പീസിൻ്റെ ജിഞ്ചർ ആല എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രിങ്ക്സ് വാങ്ങിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുൽഫി ഫലൂഡ വാങ്ങിച്ചു. പിന്നെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഐസ്ക്രീമും ഒക്കെ കണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം കേട്ടോ. അപ്പോൾ എരിവ് കഴിച്ചിട്ട് എനിക്ക് എപ്പോഴും മധുരം കഴിക്കണം അങ്ങനെ ഒരു ശീലമുണ്ട്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. എനിക്കിത് തണുപ്പ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്, പിന്നെ കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഫിനിഷ് ചെയ്തു. പിന്നെ വെള്ളം മാത്രം നമ്മളെങ്ങനെയാണ് ബാക്കി വെക്കുന്നത്, വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് ഇവർ കൈ കഴുകാൻ നമുക്ക് നാരങ്ങയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം ആട്ടമായിരുന്നു. ഇവിടെ പൈപ്പും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇവരിങ്ങനെ ഒരു ട്രഡീഷണൽ രീതിയാണെന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ ബാക്കി കുറച്ച് ഫുഡ് വന്ന് എല്ലാം കൂടെ കഴിക്കാൻ പറ്റില്ല, അത് പാക്ക് ചെയ്തെടുത്തു. പാക്കിങ്ങിന് വരെ അവിടെ അഡീഷണൽ ചാർജ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല റേറ്റാണ് ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.